ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം സൺഡേ ആണ്. അപ്പോൾ ഇന്ന് വേറെ വലിയ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ നമ്മുടെ സിവിക്ക് കാറൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു റിവ്യൂ ഞാൻ അല്ലാണ്ട് ഇട്ടേക്കാം. പക്ഷേ ഇപ്പോഴും നമുക്ക് ഒത്തിരിയായി ഈ വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുകയും ചെയ്തു, ഈ വണ്ടി എടുക്കലില്ലേ, ഇതെന്താ ഇങ്ങനെ കിടക്കുന്ന, കംപ്ലൈൻ്റ് ആണോ? വണ്ടിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല, എല്ലാം ഓക്കെയാണ്, റണ്ണിങ് കണ്ടീഷനാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ സമയം കിട്ടുന്നില്ല ഈ വണ്ടി എടുത്ത് ഓടിക്കാനായിട്ട്, അതാണ് സത്യം. ഇപ്പോൾ ഒരു സൺഡേ അല്ലേ ആകെ വരുന്നുള്ളൂ. അന്ന് ഹോളിഡേ ആണെങ്കിലും അന്നത്തെ ദിവസം ഈ ഉള്ള ക്ഷീണം മുഴുവനും കിടന്നുറങ്ങി തീർക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോഴേ ഈ വണ്ടി നമുക്കിന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഒരു മാസം അടുപ്പിച്ചായി ഇപ്പോൾ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. സ്റ്റാർട്ട് ആവുമോയെന്ന് ഡൗട്ടാണ്, എന്നാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇഗ്നിഷൻ ഓണാക്കി ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി ഫസ്റ്റ് ട്രൈ തന്നെ സ്റ്റാർട്ടായിരുന്നു. വണ്ടിക്ക് വേറെ മെക്കാനിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല, വാർണിംഗ് ലാമ്പോ കാര്യങ്ങളോ ചെക്ക് ലൈറ്റോ ഒന്നും അങ്ങനെ കിടപ്പില്ല. വണ്ടി എല്ലാം ഓക്കെയാണ്, വണ്ടി എല്ലാം റണ്ണിങ് കണ്ടീഷനാണ്. മെക്കാനിക്കൽ സൈഡ് കൊണ്ടും പേപ്പർ സൈഡ് കൊണ്ടും വണ്ടി ഫിറ്റ്നസ് ആയാലും എല്ലാം ഓക്കെയാണ്. പിന്നെ ടൈം കുറവായതുകൊണ്ടാണ് ഇത് എടുക്കാത്തത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഡെയിലി റഫ് യൂസേജ് ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ കണക്ക് ഇത് മോഡിഫൈഡ് കാറായതുകൊണ്ട് ഇത് റഫ് യൂസേജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വണ്ടി അടിപൊളിയാണ് ഓടിക്കാൻ. ഇന്നിപ്പോൾ സൺഡേ ആയപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ. ഇത് ഫുൾ എയർ സസ്പെൻഷൻ വരുന്ന വണ്ടിയാണ്, N1 എന്നാണ് എയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുള്ള് എയർ സിസ്റ്റമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എയറും കംപ്രസറും ഒന്ന് ഫുള്ളായിട്ടൊന്ന് എയർ കയറാനായിട്ട് ടൈം എടുക്കും. അത് എയർ കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് ഈ വണ്ടിയുടെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഞാൻ ഇതിൻ്റെ എയർ സിസ്റ്റം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇത് ഫ്രണ്ട് നമുക്ക് അല്ലാണ്ട് റിമോട്ടിലും പൊക്കാം, സ്വിച്ചിലകത്ത് വണ്ടിയിൽ നിന്നും പൊക്കാം. പിന്നെ ബാക്കും ഇത് കണക്കാം, ക്യാമ്പർ കിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ടയർ ചരിഞ്ഞ് അകത്ത് കയറും. എന്നിട്ട് നമുക്ക് എയർ ഇതിലോട്ട് കയറി കഴിയുമ്പോൾ വണ്ടി കൊണ്ടങ്ങ് പൊങ്ങും, ടയറിങ്ങ് പുറത്ത് വരും. പിന്നെ എയർ ഡ്രോപ്പായി കഴിയുമ്പോൾ അങ്ങ് താഴെ പോകും. ഇത് ഫെൻഡറിനകത്ത് പോകും. ഫ്രണ്ട് വീല് വന്നിട്ട് ഡ്രോപ്പായി കഴിഞ്ഞാൽ ഫുള്ളങ്ങ് താഴെ അകത്ത് കയറും. രണ്ട് ടയറും അകത്ത് വണ്ടിക്ക് അകത്തോട്ട് ഫെൻഡറിനകത്ത് കയറും. തിരിച്ചും അതേ കണക്ക് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഫുൾ വാക്ക് അറൗണ്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴത്തെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് നമ്മൾ പൊക്കുവാണ്, എയർ പൊക്കുന്നു. ഇതേ കണക്ക് തന്നെ നമുക്ക് ബാക്കും അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രണ്ട് മാത്രം പൊക്കണമെങ്കിൽ അങ്ങനെ പൊക്കാം, ബാക്ക് മാത്രമാണെങ്കിൽ അങ്ങനെ പൊക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ റോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്കത് ക്ലിയറൻസ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ഇപ്പോൾ ബാക്ക് താഴ്ത്തിയിട്ട് ഫ്രണ്ട് പൊക്കി വെച്ച് അത്യാവശ്യം ഓടിക്കാം, ഇല്ലാതെ രണ്ടും ഡ്രോപ്പ് ചെയ്തിട്ട് ഓടിക്കാം, എങ്ങനെ വേണേൽ ഓടിക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഫുൾ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ല പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്